ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2344. ഇന്ന് ജൂൺ മാസം 1-ാം തീയതി, ഈ ആണ്ടിലെ 152-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ 6-ാം മാസത്തിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവ ദിനമാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. മാതാപിതാക്കളും അധ്യാപകരുടെ സമൂഹവും വിദ്യാർത്ഥികളും കലാലയവും വിദ്യാലയവും എല്ലാം മനസ്സിലുണ്ട്. എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? കുഞ്ഞുങ്ങളിൽ നിന്ന് ആരംഭിച്ചാലോ? ദീർഘമായ ഒരു അവധിക്കാലത്തിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് ആരംഭിക്കുകയാണ്. വിജയത്തിൻ്റെയും നേട്ടങ്ങളുടെയും പരാജയത്തിൻ്റെയും കോട്ടങ്ങളുടെയും ഒക്കെ പോറലുകളും പൂവുകളും അഭിനന്ദനങ്ങളും ശാസനകളും പരിഹാസവുമൊക്കെ ചുറ്റിലും നിറയുണ്ട്. ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. എല്ലാം ഒന്നും കൂടി ആരംഭിക്കാനായിട്ട്, വെറുതെ തുടങ്ങാൻ വേണ്ടിയല്ല, എല്ലാം ഒന്നും കൂടി നന്നായിട്ട് തുടങ്ങാൻ വേണ്ടി ഒരു ഊഴം കിട്ടുന്നു, ഒരു ഊഴവും കൂടി കിട്ടുന്നു. ഒന്ന് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തിയാലോ? പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ ഓർക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. വീണ്ടും ഈ അവസരമൊക്കെ നമ്മളെ തേടി വരില്ല എന്നുള്ളത് വരും. ഇതൊക്കെ അത്യപൂർവമായ ഒരു വേള തന്നെയാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയില്ലെങ്കിലോ? ക്രിസ്തുയേശു പറഞ്ഞിരുന്നു, ഇങ്ങനെ ദൂരദേശത്തേക്ക് യാത്ര പോയ യജമാനനെ കുറിച്ച്. ഭവനത്തിലെ ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ നാണയങ്ങൾ ഓരോരുത്തർക്കും അവരവർക്ക് പറ്റാവുന്ന വിധത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത്രേ. അവരവരുടെ സാധ്യതകൾ മനസ്സിലാക്കി യജമാനൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു തവണ കിട്ടിയ ആ നാണയത്തെ പിന്നീടുള്ള സ്വന്തം ജീവിതം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് അവസാന നേരം വരെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ട വലിയൊരു ബാധ്യതയുണ്ട്. പല ഊഴങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. അവസരങ്ങൾ വീണ്ടും അതേപോലെ തേടി വരുന്നുമില്ല. കിട്ടുന്ന വേളയിൽ ഏറ്റവും നന്നായിട്ട് അത് നിർവഹിക്കാനായിട്ട് സാധിക്കണ്ടേ? ഇതിനിടയിൽ ജയിച്ചവരെയും ജയത്തിന്റെ ആരവങ്ങളിൽ പെട്ടവരെയും ഒന്ന് മാറ്റി നിർത്തി, കുറച്ചൊക്കെ ഒന്ന് പരാജയപ്പെട്ടവരെയും കുറച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോയവരെയും ഒക്കെ ഒന്ന് പരിഗണിച്ചാൽ, അതേന്ന് നമുക്കും ഉണ്ട് സാധ്യതകൾ, നമുക്കും ഇനിയുണ്ട് അവസരം. കായേനും ഹാബേലും ബലിയർപ്പണം, ആദ്യത്തെ ബലിയർപ്പണം കഴിയുമ്പോൾ ദൈവം തേടി വരുന്നത് അമ്പെ പരാജയപ്പെട്ട ഈ ഒരു കളിയിൽ നിന്ന് ഔട്ടായ കായനെ തേടിയാണ്. എന്നിട്ട് പറയുന്നു, അടുത്ത അവസരം വരുമ്പോൾ നീ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങളെ ഒന്ന് സമർപ്പിച്ചാൽ മതി. ഈ പുതിയ അധ്യയന വർഷം കുറച്ചും കൂടി മെച്ചപ്പെട്ട വിധത്തിൽ കാര്യങ്ങളെ ഒന്ന് അഭിമുഖീകരിക്കാനായിട്ട്, കാര്യങ്ങളുമായി ഒന്ന് സഹകരിക്കാനായിട്ട് ഞാനും നമ്മൾ ഓരോരുത്തരും മുഴുവൻ വിദ്യാർത്ഥികളും ഒരു നല്ല ഉറപ്പുള്ള നിശ്ചയത്തിലേക്ക് എത്തുകയാണ്. നല്ല ഫലം കാണുമെന്നേ. യേശു നല്ലൊരു കൂട്ടുകാരനായി ഒപ്പവുമുണ്ട്. ആമേൻ. പ്രവേശന ഉത്സവത്തിന് ഒരുങ്ങുന്ന എല്ലാ വിദ്യാലയങ്ങളെയും, അവരുടെ അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആദരവോടെ ഓർത്തും പ്രാർത്ഥിച്ചും നമിച്ചുമുണ്ട്. ആമേൻ.